അങ്ങനെ നമ്മുടെ രാധികാമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഭ്രാന്ത് പിടിക്കാനുള്ള കാരണം നമ്മുടെ ഗീതു പ്രഗ്നൻ്റ് ആണ് എന്നാണ് നമ്മുടെ രാധികാമ്മ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രാധികാമ്മ എന്ത് ചെയ്തുന്നു, നമ്മുടെ വരുണിനെ വിളിക്കുകയാണ്. വരുണിനെ വിളിച്ചിട്ട് പറയണം, വരുൺ ഇതുപോലെ ഗീതു പ്രഗ്നൻ്റ് ആണ്, പക്ഷേ ഇനി നിൻ്റെ കാര്യം പോക്കാണ്. നിൻ്റെ മാത്രമല്ല, എനിക്ക് നിനക്കും ഒന്നും ഇവിടെ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. AGM കമ്പനി ഉൾപ്പെടെ ഗോവിന്ദിൻ്റെ സകല സ്വത്തുക്കൾക്കും അവകാശിയായിട്ട് വരുന്നത് ഗീതുവിനും ഗോവിന്ദിനും കൂടി ജനിക്കുന്ന ആ കുഞ്ഞ് തന്നെയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ രാധികാമ്മ നമ്മുടെ വരുണിനോട് പറയണം, വരുൺ കണ്ണനെ ഒന്നും ചെയ്യരുത്. കണ്ണൻ എന്തെങ്കിലും സംഭവിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. പക്ഷേ ഗീതവും ആ കുഞ്ഞും ഇനി ജീവിച്ചിരുന്ന നമുക്ക് ആപത്താണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രാധികാമ്മ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ഗീതുവിനെ എങ്ങനെയെങ്കിലും അറയ്ക്കൽ നിന്നും ഒഴിവാക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ കുഞ്ഞും കൂടിയുള്ള സ്ഥിതിക്ക് അവളെ ഒഴിവാക്കുന്നതൊന്നും പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. അവൾ ഇനി പൂർവാധികം ശക്തിയോടുകൂടി അറയ്ക്കലിൽ പിടിവള്ളി മുറുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ടിങ്ങനെ സുവർണ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വരുൺ പറയണം, അമ്മേ എന്തായാലും ഇപ്പോൾ ജീവൻ തുടിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത് പറിച്ചെടുക്കുന്നത് പോലെ വളരെ നിസ്സാരമാണ്. അതോർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ട, നമുക്കതിന് വേണ്ടുന്നതൊക്കെ ചെയ്യാം. പിന്നെ ഗീതവും ആ കുഞ്ഞും അത് നമുക്ക് നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങുന്ന വാളാണെങ്കിൽ നമുക്കത് വെട്ടിമാറ്റണം എന്നൊക്കെ പറയുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ്മ പറയുകയാണ്, എന്തായാലും വരുൺ ഇപ്പോൾ നമുക്ക് സമയം ഒട്ടും ശരിയല്ല. കിഷോർ പോലും ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കിഷോർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് കിഷോർ ആവശ്യപ്പെടുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ആ വീഡിയോസൊക്കെ ഇല്ലേ, അത് എല്ലാം ഗോവിന്ദനെയും ഗീതുവിനെയും കാണിക്കുന്ന പറഞ്ഞാണ് ഇപ്പോൾ കിഷോർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന കാര്യം രാധികാമ്മ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വരുൺ പറയുകയാണ്, അമ്മ ഒരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. എങ്ങനെ കിഷോറിനെ നേരിടണം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ അത് എനിക്ക് വിട്ടു നേരെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അമ്മയും മോനും തമ്മിലുള്ള സംസാരമൊക്കെ തീരുകയാണ്. നമ്മുടെ സുവർണ അടുത്തേക്ക് വന്നിരിക്കുകയാണ്, നമ്മുടെ വരുണിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയണം, വരുൺ സാർ എന്തായാലും ഈ ഒരു പ്രശ്നം ഇങ്ങനെ വെറുതെ വിട്ടുകളഞ്ഞാൽ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഗീതുവിനെ നമുക്ക് കാലപുരിക്ക് അയച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ വരുൺ പറയണം, ഗീതുവിനെ മാത്രം അയച്ചിട്ട് കാര്യമില്ല, ഗോവിന്ദേട്ടനെയും കാലപുരിക്ക് അയക്കണം. അവർ 2 പേരെയും ഫിനിഷ് ചെയ്താൽ മാത്രമേ എനിക്ക് AGM സ്വന്തമായിട്ട് വരുള്ളൂ. അതുമാത്രമല്ല ഗോവിന്ദേട്ടൻ്റെ കണക്കിൽ കവിഞ്ഞ സ്വത്തുക്കൾ എല്ലാം എനിക്ക് എൻ്റെ പേരിലേക്ക് വന്നു ചേരും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അത്യാർത്ഥിക്കാരിയായ നമ്മുടെ സുവർണ പറയുകയാണ്, അവരെ മാത്രമല്ല ഗീതുവിനെയും വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഇല്ലാതാക്കുന്നതോടുകൂടി അവിടെ അറയ്ക്കലിൽ കടിച്ചു തൂങ്ങുന്ന വേറൊരെണ്ണം ഉണ്ടല്ലോ, ആ രേഖ, അവളെ കൂടി ഫിനിഷ് ചെയ്യണം. അവളെ കൂടി ഫിനിഷ് ചെയ്ത് കളഞ്ഞാലുണ്ടല്ലോ പിന്നീട് എനിക്ക് വരുൺ സാറിൻ്റെ ഭാര്യയായിട്ട് അറയ്ക്കൽ കുടുംബത്തിൽ വന്ന് താമസിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ വരുൺ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് വരുൺ പറയണേ, വരുൺ മനസ്സിൽ വിചാരിക്കണേ, ഇവളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉണ്ടായിരുന്നോ? കൊള്ളാലോ, ഞാൻ കരുതുന്നതിനേക്കാൾ കൂടുതൽ ചിന്തയാണല്ലോ ഇവളെ മനസ്സിലുള്ളത്. അയ്യോ പാവം, അവൾ എന്തായാലും ആ ചിന്തയും കൊണ്ട് ഇങ്ങനെ ജീവിക്കത്തേ ഉള്ളൂ. ഹെടി സുവർണേ, മനസ്സിൽ പറയണേ, ഹെടി സുവർണേ, നീ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര മോളെ. എന്തായാലും നിന്നെപ്പോലെ ഒരുത്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട. ഇപ്പോൾ നിലവിൽ എൻ്റെ ഭാര്യയായിട്ടുള്ള ആ രേഖ എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളെ എനിക്ക് ആവശ്യമില്ല. അവൾ ചത്തു കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ നിന്നെപ്പോലുള്ള ഒരുത്തിയല്ല, നല്ലൊരു കുടുംബത്ത് കയറി, കാശുള്ള ഒരു കുടുംബത്ത് കയറി അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെയും വിവാഹം കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ജീവിതം ആസ്വദിക്കും. അല്ലാതെ നിന്നെ കണക്കുള്ളൊരു കൊട്ടേഷൻ കൊണ്ടേ പോലും തോൽപ്പിക്കുന്ന അത്രയും നികൃഷ്ടമായ ഒരെണ്ണത്തിനെ എനിക്ക് എന്തിനാടി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മുടെ വരുൺ. ഇതൊന്നും നമ്മുടെ സുവർണ അറിയുന്നില്ല. എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ സുവർണയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചേർന്നൊക്കെ സുവർണ ഇങ്ങനെ ചേർത്തൊക്കെ പിടിച്ചൊക്കെ നിർത്തിയൊക്കെ ഇങ്ങനെയൊക്കെ നിന്നൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ സുവർണ അറിയുന്നുണ്ടോ പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഇരിപ്പ്? സുവർണ നോക്കുമ്പോൾ സുവർണയെ ചേർത്ത് പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ വരുൺ. അങ്ങനെ സുവർണയ്ക്ക് ഒരു ജീവിതം കിട്ടും എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ സുവർണ ഇങ്ങനെ ഇരിക്കുകയാണ്. വരുണിൻ്റെ മനസ്സിലൊക്കെ വേറെ ചിന്തകളൊക്കെയാണെന്നുള്ള കാര്യം പുള്ളിക്കാരത്തി അറിയുന്നില്ല. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അവർണികയാണ് കാണിക്കുന്നത്. അവർണിക ഇങ്ങനെ ഗുണ്ടയെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അവർണിക. അപ്പോൾ നമ്മുടെ കിഷോർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ അവരുടെ ബെഡ്റൂമാണ് കാണിക്കുന്നത്. നോക്കുമ്പോൾ അവർണിക ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു സെറ്റി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കിഷോർ ചോദിക്കുകയാണ്, എന്താ ഈ മുറിയിൽ ഇപ്പോൾ ഒരു പുതിയ സെറ്റിയൊക്കെ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർണിക പറയാണ്, ആ സെറ്റി ഞാൻ തന്നെയാണ് ഇതിനകത്ത് കൊണ്ടിട്ടത്. അതെന്തിനാ ഇപ്പോൾ ഇതിനകത്ത് സെറ്റിയുടെ ആവശ്യം?
അതെ, ഞാനും കിച്ചുവും രണ്ട് സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം എൻ്റെ ഡാഡി അറിയണ്ടെന്ന് കരുതിയിട്ടാണ്. ഡാഡിയെ ചുമ്മാ വേദനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ കിഷോർ പറയണ, വർണ്ണികേ, അങ്ങനെ ഒരു മുറിയിൽ 2 ബെഡിൽ കിടക്കാനാണെങ്കിലേ എന്നെ കിട്ടത്തില്ല, അതിനൊന്നും എന്നെ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡിവോഴ്സ് വാങ്ങിക്കാം. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വർണ്ണിക ചോദിക്കുകയാണ്, ഓ എടാ എടാ ഡിവോഴ്സ് തരുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാര്യം, എനിക്ക് കിട്ടാനുള്ള സ്വത്തുക്കൾ മുഴുവനും എനിക്ക് മാത്രമായിട്ട് തരണം. എൻ്റെയും നിൻ്റെയും പേരിലിരിക്കുന്ന ഈ വീടുൾപ്പെടെ, ഡാഡി ഇപ്പം എൻ്റെയും നിൻ്റെയും പേരിലിട്ടിരിക്കുന്ന ക്യാഷ് ഉൾപ്പെടെ എല്ലാം എനിക്ക് മാത്രമായിട്ട് കിട്ടണം. എനിക്കും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് മാത്രമായിട്ട്. എന്നിട്ട് നീ പൊയ്ക്കോ, എങ്ങോട്ടേക്ക് വേണമെങ്കിലും പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് കിഷോർ പറയാണ്, അത് കൊള്ളാലോ, പിന്നെ നിനക്ക് വേണമെങ്കിലുണ്ടല്ലോ, നീ ഇതെല്ലാം ഇട്ടുപേക്ഷിച്ചിട്ട് എല്ലാം എനിക്ക് തന്നിട്ട് നീ പോ നിൻ്റെ പാട്ടിന്. എന്തിന് ഞാനങ്ങനെ പോകണം? എൻ്റെ ഡാഡി കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് നിനക്ക് തരേണ്ട ആവശ്യം എന്താടാ എന്നിങ്ങനെ ചോദിക്കണം. എനിക്ക് തരേണ്ട ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയണം. അപ്പോൾ അവർണിക പറയുവാണ്, അതെ, നിന്നെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല. നീ എന്താ കരുതിയത്? നിനക്ക് ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു പുളിങ്കൊമ്പിൽ കയറി പിടിച്ചിട്ട് നിനക്ക് അടിച്ച് പൊളിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നല്ലേ നീ കരുതിയിരിക്കുന്നത്? അതൊരിക്കലും നടക്കില്ലടാ. നിൻ്റെ ഇനിയുള്ള ജീവിതം ഉണ്ടല്ലോ കഷ്ടപ്പെട്ടതാണ്. എൻ്റെ കാൽച്ചോട്ടിലാണടാ നിൻ്റെ ജീവിതം ഇനി അങ്ങോട്ട്. എൻ്റെ കാൽച്ചോട്ടിലിട്ട് നിന്നെ ഞാൻ ചവിട്ടി മെതിക്കോടാ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അവർണിക. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ കിഷോർ തന്നെ, അതൊക്കെ ഉണ്ടല്ലോ നിൻ്റെ വെറും അതിമോഹം മാത്രമാണ് മോളെ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാനാ ഇവിടെ ഇട്ട് ചക്രശ്വാസം വിട്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർണിക ഇങ്ങനെ അന്തം വിട്ടിരിക്കണം, ഇയാളെന്താ ഇതിങ്ങനെ പറഞ്ഞെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ കിഷോർ പറയണം, എടി നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ നീ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാലേ നിൻ്റെ ഡാഡി ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ. ഇനി ഉള്ള കാലം മുഴുവനും അങ്ങേരുടെ ജീവിതം മുഴുവനും അങ്ങേര് ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. നിൻ്റെ ഡാഡി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പലതും നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ ഡാഡി കേൾക്കെ നീ ഒന്നും ഉച്ചത്തിൽ സംസാരിക്കാനും പോണില്ല. ഈ മുറിയിലേക്ക് നടക്കുന്ന കാര്യമൊന്നും അങ്ങേരെ അറിയാതിരിക്കാൻ നീ പരമാവധി ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ നീ തന്നെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. എനിക്കേ നോ പ്രോബ്ലം എന്നിങ്ങനെ പറയുകയാണ് കിഷോർ. അപ്പോൾ ആ സമയത്തിന് അവർണിക പറയാണ്, നിന്നെ ഞാനങ്ങനെ വെറുതെ വിടുമെന്നൊന്നും കരുതണ്ടടാ. നീ ഈ ഡാഡിയുടെ തോക്ക് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അതിലെ ബുള്ളറ്റും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ണടച്ച് ഞാൻ നിൻ്റെ നേർക്ക് ഷൂട്ട് ചെയ്യും. അതോടെ തീരും നിൻ്റെ ഈ അഹങ്കാരം. എന്നെയും ഗീതാഞ്ജലിയും നീ വളരെയധികം ചീറ്റ് ചെയ്തു. നിന്നെ കൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ ചീറ്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ലടാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അവർണിക സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിഷോർ ഷൂട്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ അങ്ങ് പേടിച്ച് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ അവർണിക പോയി ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ കിഷോറിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവർണിക. കിഷോറാണെങ്കിൽ പുള്ളിക്കാരൻ അത് കേട്ടപ്പോൾ ഒരിച്ചിരി പേടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പുള്ളി ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് അതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ രാത്രിയിലാണ് നമ്മുടെ കിഷോർ ഇങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങുകയാണ്. നമ്മുടെ കിഷോർ മടിയിലിങ്ങനെ ലാപ്ടോപ്പ് സെറ്റിയിലാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്. സെറ്റിയിലിരുന്നിട്ട് കാലിങ്ങനെ ഒരു കാൽ മടക്കി ഇങ്ങനെ സെറ്റിയിൽ വെച്ചിരിക്കുകയാണ്. മടിയിൽ ലാപ്ടോപ്പ് ഉണ്ട്. ലാപ്ടോപ്പിൽ നോക്കി ഇരുന്ന് പുള്ളിക്കാരൻ അങ്ങ് ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ നമ്മുടെ അവർണിക നല്ല ഉറക്കമാണ്. പുതപ്പൊക്കെ ചൂടി പുതച്ചാണ് നമ്മുടെ അവർണിക കിടന്നുറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ അവർണിക പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കിഷോർ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കാണുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അവർണിക ഉണരുകയാണ്. എന്നിട്ട് അവർണിക മനസ്സിൽ തീരുമാനിക്കണേ, ഇത് തന്നെ പറ്റിയ സമയം. ഇവൻ്റെ ലാപ്ടോപ്പ് ഇപ്പോഴാകുമ്പോൾ ഇവൻ്റെ കൈവശമുണ്ട്. ഇവൻ്റെ ഫിംഗർ ലോക്ക് ഇവൻ്റെ കൈവച്ച് തന്നെ ഫിംഗർ ലോക്ക് എടുത്തിട്ട് അതിൽ നിന്ന് രാധികാമ്മയ്ക്ക് ഇവൻ അയച്ചു കൊടുത്ത വീഡിയോസുകൾ എടുത്ത് ഇപ്പം തന്നെ ഗോവിന്ദ് സാറിൻ്റെയും ഗീതുവിൻ്റെയും മൊബൈലിലേക്ക് ഇട്ട് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ അവർണിക പമ്മി ഇങ്ങനെ ചെല്ലുകയാണ്. ചെന്നിട്ട് അവർണിക ഇങ്ങനെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് കിഷോർ ഉറക്കത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരെ ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട് ഉറക്കത്തിൽ തന്നെ. അങ്ങനെ നമ്മുടെ അവർണിക അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ മെല്ലെ അടുത്ത് നിന്നിട്ട് ലാപ്പിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ കിഷോർ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തുറക്കുന്നില്ല. പുള്ളിക്കാരെ എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആക്കുന്നു. അപ്പോൾ അവർണിക മെല്ലെ അവിടോട്ട് മാറി നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല, ലാപ്ടോപ്പ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർണിക മറ്റേ വശത്ത് വന്ന് നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് വശത്ത് നിന്നിട്ട് നോക്കുമ്പോൾ ഇയാൾക്കുള്ള മൊബൈൽ ഫോൺ ഇങ്ങനെ പാൻറ്റിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കുറച്ച് ഭാഗം പുറത്തോട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവർണിക ആ മൊബൈലിൽ ഇങ്ങനെ മെല്ലെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കിഷോർ കണ്ണ് ഉറക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് പുള്ളിക്കാരത്തി ഒന്നും അറിയാത്തണക്ക് നിൽക്കുകയാണ്. അപ്പോൾ കിഷോർ ചോദിക്കുകയാണ്, എന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്താ കാര്യം?
എന്നിങ്ങനെ ചോദിക്കണം. ഉടനെ അവർണിക നിന്നിങ്ങനെ പരുങ്ങുകയാണ്. അതിനുശേഷം അവർണിക പറയണേ, അത് പിന്നെ അത് ഞാൻ ഇവിടെ വന്ന് നിന്നത് വേറൊന്നിനുമല്ല, നീ ഇരുന്നുറങ്ങുന്നത് കണ്ടുകൊണ്ട് വന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിഷോർ തന്നെ കൊച്ചുകളി, അപ്പോൾ നിനക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ അവർണികയുടെ മുഖം അങ്ങ് വീർക്കുകയാണ്. അപ്പോൾ അവർണിക പറയണം, നിന്നോടോ സ്നേഹം? നീ നിലത്ത് വീണു പോവാതിരിക്കാൻ, ഇങ്ങനെ ഇരുന്നുറങ്ങിയിട്ട് നിലത്ത് വീണ്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് വിളിച്ചത്. അപ്പോൾ ഉടനെ കിഷോർ എഴുന്നേക്കാണ്. എഴുന്നേറ്റിട്ട് ഇങ്ങനെ അവർണികയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കണം, എനിക്കറിയാം നീ പുറമേയൊക്കെ എത്ര ദേഷ്യപ്പെട്ടാലും നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിലത്ത് വീണ് പോകുമെന്ന് പേടിച്ചിട്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നത്. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ ഇത്രയും സമയമൊക്കെ ആയില്ലേ, നമുക്ക് ഒരുമിച്ചൊരു ബെഡിൽ കിടക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ അവർണികയുടെ തനി കുണം മാറുകയാണ്. അവർണിക പറയണം, നീ എന്താണ് എന്നെ പറ്റി കരുതിയത്? ഇതേ എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ, ഡാഡിയുടെ തോക്ക് എൻ്റെ കട്ടിലിൻ്റെ അടിയിലുണ്ട്, അതെപ്പോഴാണ് നിൻ്റെ നേർക്ക് വരുന്നതെന്ന് അറിയില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം അവനിക പോയി ബെഡിൽ പോയി ചൂടുപതിച്ച് കിടക്കുകയാണ്. കിഷോർ അടുത്തേക്ക് വരാൻ നേരത്ത് അവനിക ഇങ്ങനെ തലപൊക്കി നോക്കുകയാണ്. അപ്പോൾ കിഷോർ എന്നിട്ട് അവനികയെ പേടിച്ചിട്ട് പോയി വീണ്ടും ആ ഇരുന്ന സെറ്റിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവനിക പതുക്കെ പുതപ്പ് മെല്ലെ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിഷോർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവനിക മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നുകൊണ്ട് എല്ലാം റെഡി ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ഇവൻ ഇനി എപ്പോഴാണോ എന്തോ ഉറങ്ങുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അവർണിക ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ കിഷോർ ഉറങ്ങുന്നില്ല. കിഷോർ ഇങ്ങനെ ഇരിക്കുന്നതിൽ നമ്മുടെ അവർണിക നല്ല വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ അയ്യപ്പനെയാണ് കാണിക്കുന്നത്. നമ്മുടെ അയ്യപ്പൻ ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. ഒരു ചാക്ക് മാങ്ങ ഇങ്ങനെ മുമ്പിലുണ്ട്, ഒരു മുതുക്ക് ചാക്ക് നിറയെ മാങ്ങയുണ്ട്. അയ്യപ്പേട്ടൻ്റെ കയ്യിൽ 2-3 മാങ്ങ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മാങ്ങയെ നോക്കിയിട്ട് പാടുകയാണ്, വിറയാർന്ന കയ്യുമായി വെറുതെ ഇരിക്കുന്ന മാങ്ങേ. പുള്ളിക്കാരൻ്റെ പാട്ടാണ് കേട്ടോ. മാങ്ങയെക്കുറിച്ച് പുള്ളിക്കാരൻ നടത്തിയൊരു പാട്ടാണ്, ഉണ്ടാക്കിയൊരു പാട്ടാണ്. ആ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയണം, ഈശ്വര, എന്തൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ചിന്ത. കുഞ്ഞിക്കാല്, പച്ചമാങ്ങ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ആ മുതുക്ക് മാവ് നോക്കി കണ്ണായ വില കൊടുത്ത് അതിങ്ങ് അഡ്വാൻസ് മേടിച്ച്, അതായത് ആ മാവ് മൊത്തത്തിൽ ഇങ്ങ് അടങ്ങലെടുത്ത് ആ മാങ്ങ മുഴുവൻ ഇനി ഞാൻ എന്തോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയ്യപ്പേട്ടൻ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേഖയും ഗീതവും അതുപോലെ നമ്മുടെ കാഞ്ചനയും അങ്ങോട്ടേക്ക് വരികയാണ്. കാഞ്ചന ചോദിക്കണം, അയ്യപ്പണ്ണാ, ഈ ചാക്ക് നിറയെ മാങ്ങയും കൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? അപ്പോൾ അയ്യപ്പൻ പറയണേ, ഇതേ കാഞ്ചനെ, പൊയ്ക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. ഈ മാങ്ങ എല്ലാം കൂടി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഞാനിങ്ങനെ ഇരിക്കണമെങ്കിൽ ഇത് മോക്ക് വിശേഷം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ ആ മാങ്ങ മുഴുവനും ഒരു മാവ് മുഴുവനും പാതിരാത്രി പോയാണ് ചോദിച്ച വില കൊടുത്ത് ഞാനിങ്ങ് മേടിച്ചത്. എന്നിട്ടിപ്പോൾ ദേ നോക്കിയേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത ചോദിക്കണം, അതിനാണ് പറയുന്നത് കാള പെട്ടെന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കരുതെന്ന്. അയ്യപ്പേട്ടൻ എന്തിനാണ് കയറെടുക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ഏറാകൂടത്തിൽ ചെന്ന് ചാടിയത് എന്നിങ്ങനെ പറയണം. അപ്പോൾ രേഖ പറയണം, ഒന്ന് മിണ്ടാതിരിക്കുക ഗീതു, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് അയ്യപ്പേട്ട? അയ്യപ്പേട്ട ഒരു കാര്യം ചെയ്യും, ഈ മാങ്ങ ഓരോ കേസുകളിലാക്കിയിട്ട് റോഡിൽ ചെന്നങ്ങ് ഇരിക്കുക. അപ്പോൾ ആളുകൾ വരും, പെട്ടെന്ന് ചൂടപ്പം പോലെ വിറ്റ് തീരും. ഇത് പറയുന്നത് രേഖയാണ്. അപ്പോൾ നമ്മുടെ കാഞ്ചന പറയണം, അയ്യപ്പെണ്ണാ, അതിൽ നിന്നൊരു 4-5 കിറ്റ് മാങ്ങ എനിക്ക് തരണം. നിനക്കെന്തിനാ കാഞ്ചന ഇത്രയും മാങ്ങ? അതെ അയ്യപ്പെണ്ണ, എൻ്റെ ഫേസ്ബുക്കിലെ കൂട്ടുകാരന്മാർക്ക് കൊടുക്കാനാണ്. അപ്പോഴത്തേക്ക് അയ്യപ്പൻ പറയണം, ഒന്ന് പോകുന്നുണ്ടോ, നിൻ്റെ മോന്തയ്ക്ക് തരും ഞാൻ, നിൻ്റെ ഒരു ഫേസ്ബുക്കിലെ കൂട്ടുകാരന്മാർ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേഖ പറയുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും ഗീതുവിന് പിന്നെ പ്രേമോക്ക് കൊടുക്കാൻ അച്ചാർ ഇഷ്ടം പോലെ ഇട്ട് വെക്കാനുള്ള മാങ്ങയായി. അപ്പോൾ ഉടനെ നമ്മുടെ കാഞ്ചന മാങ്ങ ചാക്കി പിടിച്ചിങ്ങനെ പൊക്കിയെടുക്കാനൊക്കെ ആയിട്ട് നോക്കുകയാണ്, പറ്റുന്നില്ല. അപ്പോൾ കാഞ്ചന പറയുകയാണ്, എന്തായാലും ഗീതു പാപ്പയ്ക്ക് ഇനി കുറേ നാളത്തേക്ക് അച്ചാറിട്ട് കളിക്കാനുള്ള മാങ്ങയായി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവരെല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ്. അയ്യപ്പൻ ഇങ്ങനെ ആകെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കൂടി അങ്ങ് നടന്ന് പോകുമ്പോഴത്തേക്ക് നമ്മുടെ രേഖ ചോദിക്കുകയാണ്, എൻ്റെ ഗീതു മോളെ, നിനക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ നിനക്ക് ഗോവിന്ദേട്ടനോട് പറഞ്ഞുകൂടായിരുന്നോ? ഇന്നലെ അതിന് പറ്റിയ ദിവസമായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, രേഖയോട് ചോദിക്കുകയാണ്, ഇന്നലെ അതിന് പറ്റിയ എന്ത് ദിവസമായിരുന്നു രേഖച്ചി? എൻ്റെ പൊന്ന് ഗീതു, ഇന്നലെ നിൻ്റെ ഇഷ്ടം നിനക്ക് ഗോവിന്ദേട്ടനോട് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എങ്ങനെ പറയാനാ? എനിക്കതൊന്നും കണ്ണേട്ടനോട് പറയാൻ പറ്റില്ല. എടി മണ്ടി, ഇന്നലെ അയ്യപ്പേട്ട മാങ്ങ കൊണ്ടുവന്ന സമയത്ത് നിനക്കത് പറയാമായിരുന്നല്ലോ. ഞാനെന്ത് പറയാനാണ്? എടി പെണ്ണെ, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ, നിനക്കിതുപോലെ പച്ചമാങ്ങ തിന്നാൻ ആഗ്രഹമുണ്ട്, അതങ്ങനെ തിന്നണം എന്നുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ വിചാരിച്ചാലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് നിനക്ക് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞ
അത് തന്നെ. അതിന് കണ്ണേട്ടൻ എങ്ങനെ, എനിക്ക് പച്ചമാങ്ങ തിന്നുന്നതിന് കണ്ണേട്ടൻ എങ്ങനെ വിചാരിക്കുമെന്നാ? എടി മണ്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ രേഖ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഗീതുവിന് പെട്ടെന്ന് കത്തും എന്താണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ ഗീതു പറഞ്ഞു, രേഖേച്ചി എനിക്കിട്ട് ഇങ്ങനെയൊക്കെ വേണോ പറയുന്നത്, എനിക്കിട്ട് ഇങ്ങനെ വെക്കല്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ രേഖ പറയണേ, എൻ്റെ ഗീതു, എടി നിൻ്റെ ഭർത്താവല്ലേ ഗോവിന്ദേട്ടനോട് നിനക്ക് എല്ലാം തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം? അയ്യേ, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഗോവിന്ദേട്ടനോട്. എന്നാലും രേഖേച്ചി അങ്ങനെയൊക്കെ എന്നെപ്പറ്റി ചിന്തിച്ച് കളഞ്ഞല്ലോ എന്നിങ്ങനെ പറയണേ. അപ്പോൾ രേഖ പറയണേ, എടി മോളെ, നിനക്കല്ലേ പറയാൻ പറ്റാത്തത്? ഞാൻ ഇന്ന് ഗോവിന്ദേട്ടനോട് എല്ലാ കാര്യവും സംസാരിക്കും. എന്നിട്ട് ഞാൻ പറയും, നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഗോവിന്ദേട്ടനോട് പറയും എന്ന് പറയണം. അപ്പോൾ ഗീതു പറയണം, വേണ്ട വേണ്ട വേണ്ട, പറയണ്ട, അത് പറയണ്ട രേഖേച്ചി, ഞാൻ പറയും. അത് കണ്ണേട്ടൻ അതിനെ റിജക്റ്റ് ചെയ്താൽ എനിക്ക് പിന്നെ അത് വല്ലാത്ത വിഷമാവും. ഒരു വിഷമാവില്ല, ഗോവിന്ദേട്ടൻ ഒരിക്കലും റിജക്റ്റ് ചെയ്യില്ല. നിന്നെ കണക്കൊരു സുന്ദരി പെൺകുട്ടിയെ എന്തായാലും വേണ്ടെന്ന് ആരും പറയില്ല. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, അല്ല സോറി, ഞാനൊരു കാര്യം ചെയ്യാം. നീ പറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ പറയില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പോലെ ഞാൻ പറയാം. എന്താ? അത് കൊള്ളാം. അങ്ങനെ നമ്മുടെ രേഖ എന്ത് ചെയ്യുന്നു, ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ ഗോവിന്ദൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പുറത്തിരുന്ന് ബാൽക്കണിയിലിരുന്ന് യോഗ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേഖ ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ യോഗയിൽ നിന്ന് എണീക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേഖ ചായ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ചായ വാങ്ങിച്ച് കുടിച്ചിട്ട്, നല്ല ചായ രേഖ കൊള്ളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേഖ പറയണം, ഗോവിന്ദേട്ടാ എനിക്കൊരു കാര്യം പറയണം ഗോവിന്ദേട്ടനോട്. എന്താ രേഖ? അതെനിക്കൊരു ഞാനതൊരു കഥ പോലെ പറയാം. എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതാണ്, പക്ഷേ ഞാനതൊരു കഥ പറയുന്നത് പോലെ പറയാം. രേഖ പറഞ്ഞു, കഥയല്ലേ, അത് കേൾക്കാൻ രസമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ ഗീതാ ഗോവിന്ദം സീരിയലിലെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്ക് തരണം. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് തന്നോളൂ. അതുപോലെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.